മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത രീതിയിൽ ദൈവം ചില ജീവിതങ്ങളെ തൊട്ടുണർത്തുന്നതും എടുത്തുപയോഗിക്കുന്നതും കാണുമ്പോൾ അത്ഭുതപ്പെടാനും ദൈവത്തിന് നന്ദി പറയാനുമല്ലാതെ മറ്റൊന്നും നമുക്ക് ആവുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ചില ജീവിതങ്ങളെ പരിചയപ്പെടുത്തുകയാണല്ലോ ബെത്സേദ വഴി. ഈ പുതിയ എപ്പിസോഡിലേക്ക് എവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുതിയ എപ്പിസോഡിൽ കുരിയച്ചിറയിൽ നിന്നുള്ള ദേവസി എന്ന് പറയുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. പേരറിയാം, സ്ഥലമറിയാം, നിങ്ങളെപ്പോലെ. നമുക്ക് ഈ ദേവസി ചേട്ടനെ കൂടുതൽ മനസ്സിലാക്കാം. ആ ജീവിതാനുഭവങ്ങളിലേക്ക് ഒരു യാത്ര പോകാം. ദേവസി ചേട്ടാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീട് കുരിയച്ചിറയാണ്, പേര് ദേവസി എന്നാണ്. എനിക്കറിയാവുന്നത് ഇത്രയാണ്. ഇനി ബാക്കിയുള്ളത് കുടുംബം ഒക്കെ ഒന്ന് പറഞ്ഞോ. വീട്ടിൽ ആരൊക്കെ, എന്തൊക്കെ? എൻ്റെ പേര് ദേവസി, ഭാര്യ, 4 മക്കള്, 2 പെൺമക്കള്, 2 ആൺമക്കള്. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞോ? 3 ആളുള്ള 2 പെൺകുട്ടികളുടെയും ആൺകുട്ടിയുടെയും കഴിഞ്ഞു. ഒരാൾ അച്ഛനാണ്. അച്ഛൻ എവിടെയാണ്? അച്ഛൻ ജൂബിലി മിഷനില് തൃശ്ശൂര് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. തൃശ്ശൂർ രൂപതയുടെ അച്ഛനാണ്. അപ്പോ പേര് സിൻഡോ കരപ്പറമ്പൻ. സിൻഡോ കരപ്പറമ്പൻ. അപ്പൊ ഒരു അച്ഛൻ്റെ അപ്പനാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഒരു അച്ഛൻ്റെ അപ്പൻ. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറയാനുള്ളതാ, ഒരച്ഛൻ്റെ അപ്പൻ അമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ്. അത് ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് പറഞ്ഞതല്ല, എങ്കിലും നിങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹം. നിങ്ങളുടെ മക്കൾക്ക് ദൈവം പൗരോഹിത്യം തരാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് തീർച്ചയായിട്ടും. എന്നിട്ട് കുരിയച്ചിറ താമസിക്കുന്നു. ജോലി, ബിസിനസ്സോ? ഞാൻ തൃശ്ശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിൽ യൂണിയനിൽ പണിയായിരുന്നു. അവിടെ 19 വയസ്സ് തൊട്ട് അവിടെ പണിയിൽ വന്നു. 60 തൊട്ട് കുരിയച്ചിറയാണ് വീട്? അതെ. ഓക്കെ. ജനിച്ചതും വളർന്നതും ഒക്കെ? ഓക്കെ. അപ്പോൾ അവിടുന്ന് നമ്മൾ യൂണിയനിൽ അവിടെ പണിയുമ്പോൾ അവിടെ ജയ്ഹിന്ദ് മാർക്കറ്റിലായിരുന്നു. ഓക്കെ. ആ പണി അതിൽ ആയിരിക്കുന്ന സമയത്ത് പാർട്ടിപരമായിട്ടുള്ള കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ യൂണിയനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്നിടത്ത് ദൈവത്തിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ മാർക്കറ്റിൽ എന്ത് ചുമട ആണോ? ചുമട് പണിയുടെ. ഓക്കെ. അപ്പോൾ ദൈവത്തിൽ അങ്ങനെ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര മക്കളാ വീട്ടിൽ? ഞങ്ങൾ 5 പേര്. 5 പേര്. അപ്പച്ചൻ എത്രാമത്തെയാ? 5 പേരിൽ ഞാൻ നാലാമത്തെ ആള്. എല്ലാവരും ഇപ്പോൾ ഉണ്ട്? ഒരാൾ മരിച്ചു. രണ്ടാമത്തെ ചേട്ടൻ മരിച്ചു. ഓക്കെ ഓക്കെ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സ്മോള് കഴിക്കാനൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥന തീനെടുത്ത് ഇവരെല്ലാവരും പറയും, ആ വീട്ടിൽ പ്രാർത്ഥന തീനു, നീ ഒന്നും ഉണ്ടായിരുന്ന, നീ ഇത് വീറ്റേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ളവരൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഭാര്യയും മക്കളും പള്ളിയിലേക്ക് പോകേണ്ട കേസ് വരുമ്പോൾ ഒക്കെ ഞാൻ ഇതിനൊക്കെ ഇതാക്കും. ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകാൻ അവർ പോകുമ്പോൾ. ഈ കല്യാണത്തിന് മുന്നമുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അല്ലേ? മദ്യപാനം കാര്യങ്ങളൊക്കെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അത്രയും കാര്യമായിട്ടില്ല, കുറേശ്ശെ ഇതുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മക്കളിതൊക്കെ ആയി. പിന്നെ അവിടുന്ന് യൂണിയനിലും അത് പാർട്ടിയുടെ ഇതിലൊക്കെ ആയിപ്പോൾ പിന്നെ അതുമാത്രമായി ജീവിതം. പള്ളിയിലേക്ക് പോകാനോ പ്രാർത്ഥന ചെയ്യാനോ ആരെങ്കിലും പോകണമെങ്കിൽ, വീട്ടുകാർ പോകണമെങ്കിൽ അവരൊക്കെ ഞായറാഴ്ചയൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് എവിടേക്ക് പോകണ? പള്ളിയിലേക്ക് പോവുക. ഞാൻ മിറ്റടിച്ച് പോരേരി അത് ഇതും പറഞ്ഞ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മിറ്റടിച്ച് വീട്ടിലത്തെ പണികൾ നോക്കിയാൽ എന്ന് ഒക്കെ പറഞ്ഞ് ഇതാക്കാറുണ്ട്. അപ്പം അങ്ങനെ പാർട്ടിയുടെ കാര്യങ്ങൾക്കും യൂണിയൻ്റെ കാര്യങ്ങൾക്കും പലരും വീട്ടിലേക്ക് വരും, ഓരോത് തീർക്കാനും അതിനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന നേരത്ത് പല ഇതിലും നമ്മുടെ ഭാര്യ പറയും, ഈ പാർട്ടി യൂണിയനൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ വേളാങ്കണ്ണി മാതാവിന് മെഴുതിരി കത്തിക്കും. ഭാര്യയ്ക്ക് നല്ല വിശ്വാസവും ആത്മീയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയ്ക്ക് ആദ്യമേ തൊട്ട് ചെറുപ്പം ഒരു കല്യാണം കഴിയുന്നു, പടത്തും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മക്കളും എല്ലാവരും. ഞാൻ മാത്രം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് ഇതിലൊക്കെ ഇങ്ങനെ നടന്ന് ഇരിക്കുന്ന നേരത്ത് ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. ഞാൻ പറയുന്നതന്നെ ശരി, ഞാൻ തന്നെ വലിയ ആൾ എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇങ്ങനെ യൂണിയനിൽ പണിതുകൊണ്ടിരിക്കുന്ന നേരത്ത്
ജയഹിന്ദ് മാർക്കറ്റിലും പീടികയിലേക്ക് പഞ്ചസാര വന്നിട്ട് പുറത്തൊരു ചാക്ക് പഞ്ചസാര എടുത്തിട്ട് അവർ ചവിട്ടിൽ കയറി പോയിട്ട് പീടികയിൽ കുത്തി, ആ കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ നീർന്നപ്പോൾ തണ്ടിൻ്റെ ഇതിൽ കിട്ടുന്ന ഒച്ച കിട്ടും. ഓ, പിന്നെ അവിടുന്ന് അനങ്ങാൻ പറ്റില്ല. ഓക്കെ. അങ്ങനെ അവിടുന്ന് പണിക്കാരൊക്കെ വന്നു, എല്ലാവരും കൂടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് കയറാൻ പറ്റില്ല. ഓ, അപ്പോൾ 2 പേരും കൂടിയിട്ട് തോളിൽ കൈ വെച്ചിട്ട് എന്നോട് നടത്തി കൊണ്ടുപോയി സിവിൽ ആസ്പത്രിയിലേക്ക്. എത്ര വയസ്സ് പ്രായം കാണും ഇപ്പോൾ? ഒരു 10-35 വയസ്സ്. ആ, 35 വയസ്സ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി എന്തെങ്കിലും ബീഡി സിഗരറ്റ് വെക്കാൻ തട്ട് കഴുത്തിൽ കെട്ടിയിട്ടിട്ട് നടന്നു, വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞാലും പല ആൾക്കാരോടും പല ഡോക്ടർമാരുടെയും പോയി. അങ്ങനെ പേര് എടുത്തുള്ള ആളായിരുന്നു അന്ന് ചെമ്പുകാല്, തോമസ് ഐപ്പു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അങ്ങോട്ട് വീട്ടിലേക്ക് പോയി കണ്ടു. അങ്ങോട്ട് വീട്ടിൽ പോയപ്പോൾ ആ മേശമ്മ കയറി കിടക്കാൻ പറഞ്ഞ് കിടന്നു. അങ്ങോട്ട് പുറത്തുനിന്നോട്ട് ഇങ്ങനെ ഇവിടെ വരെ ഒരു ലെൻസ് വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു ജോലി? എനിക്കിങ്ങനെ ചാക്ക് ചോക്കിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചാക്ക് ചോക്കാൻ കഴിയില്ല, 6 മാസം കട്ടുമ്പോൾ മലർന്ന് കിടക്കണം. ഓക്കെ. അത് മൂത്രമൊഴിക്കാനും മലത്തിനും ഒക്കതിനും 6 മാസമായിട്ട് കട്ടുമ്പോൾ മലർന്ന് കിടക്കണം, എനിക്കതിന് തീർക്കാനും പാടില്ല. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ ഇവിടുത്തെ ജെറുസലേമിലത്തെ പ്രേക്ഷിതർ നമ്മുടെ വീടിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ വീട്ടിലേക്ക് അവർ വന്നിട്ട് പറഞ്ഞു, അതേ ഇതേപോലെ പാർട്ടിക്ക് യൂണിയനൊക്കെ വേണ്ടി പണിയെടുത്ത് പാതിരും പറ്റില്ലാണ്ട ആൾക്കാർ അത് തീർക്കാൻ ഇങ്ങോട്ട് തീർക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ വരും. ഓക്കെ. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ദിവസേട്ടാ? സഹായിക്കാൻ ആരുമില്ല. ആ, ഇപ്പോൾ കെടുപ്പിലായി ഇത് കണ്ടപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞു പിന്നെ ജെറുസലേമിലേക്ക് ധ്യാനത്തിന് ജെറുസലേം ധ്യാന മന്ദിരം വന്നിടത്തിലേക്ക് വരേണ്ട കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാനത് മുന്നാണെന്ന്. പിന്നെ ഞാൻ നാട്ടിലുള്ളവരാണോ, പരിചയക്കാരാണോ? അതെ. ആ, ജെറുസലേമത്തെ പോകുന്ന പരിചയക്കാർ, അവിടുത്തെ ആൾക്കാർ നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ട്. ഓക്കെ. അവരാണ് വന്നിട്ട് പറയുന്നത്. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, അതേ ഇനി കുറച്ച് നാളായില്ല ഇപ്പോൾ ഇത് പോകണു, ഇനി ദൈവത്തിലേക്ക് എന്ന് വാ. അങ്ങനെ 2 പ്രാവശ്യം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയോട്, അവളുടെ കൂട്ടുകാരത്തേക്ക് കയറുന്നു. ഞാൻ പറഞ്ഞു, ഇനി ഈ പേര് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നല്ലേ എൻ്റെ കൂട്ടുകാരത്തെ നോക്കി ആട്ടി പുറത്താക്കണ്ട, ഇതൊക്കെ തട്ടിപ്പണെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതായി. അവിടുന്ന് കൂട്ടുകാരത്തികൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുക, ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഈ പേര് വേണ്ടി ഇങ്ങോട്ട് വരണേട്ടാ. അപ്പം നമ്മുടെ ഭാര്യ പറഞ്ഞോടി, അതേ ആരും പറഞ്ഞ കേട്ടില്ലെങ്കിൽ അടുപ്പുങ്കല് പറഞ്ഞാലും പേടിക്കണം, ഒന്ന് നമുക്ക് ജെറുസലേമിലേക്ക് പോവാം, നീ ഒന്നും മിണ്ടായിരുന്നേലേ. ഭാര്യ പറയുമ്പോൾ എങ്ങനെ പറയാ. അങ്ങനെ പിന്നെ ആൾ കരഞ്ഞോടി. ഇതേമാതിരി 4 മക്കളെയും തന്നു, ചെറുപ്പത്തിൽ തന്നെ പണിയെടുക്കാൻ പറ്റില്ല, എന്താ ചെയ്യുക? അപ്പം ഇവിടുന്ന് ഈ തോമസ് ഐപ്പുവിൻ്റെ ഡോക്ടർ അവിടെ പോയി, അയാൾ പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയുന്നു 4 മക്കളല്ലേ എന്ന് പിന്നെ ആൾ പറയുക, നീ ഒന്നും മിണ്ടാണെന്ന വായ കയറിനെ ദൈവരെ കൽപ്പിക്കും. അപ്പോൾ ആൾ ഇങ്ങനെ ഇതാക്കി, ഒന്നുമില്ല അതിന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ഇവർ വന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കരച്ചിലും അങ്ങോട്ട് ജെറുസലേമിലേക്ക് പോയി. എല്ലാം കൂടി ആയിട്ട് ജെറുസലേമിലെത്തി. ജെറുസലേമിലേക്ക് നടക്കാൻ പറ്റില്ല, കാലിങ്ങനെ നരക്കി വേണം പോകാൻ. ഓക്കെ. അങ്ങനെ അങ്ങോട്ട് പോയി അച്ഛനെ കാണാനായിട്ട് പടിയിൽ അവിടെ നിന്ന് കുറേ എത്തണം ഓടിക്കും. ആദ്യമായിട്ടാണ് ഒരു ധ്യാന മന്ദിരത്തിൽ വരുന്നത്. അപ്പോൾ അതെ, അതിന് മുന്നേ ഒരിടത്തും ധ്യാനത്തിനില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതാരാണ് കൊണ്ടുപോകണത്? അപ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിൽ ഭാര്യയാണോ? അതെ, ഭാര്യ ആണ് വണ്ടിയെ കൊണ്ടുപോയി. ആ, ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവിടേക്ക് ചെന്നു, ജെറുസലേമിലേക്ക് ചെന്നു. അച്ഛനിരിക്കുന്ന അവിടേക്ക് ഇങ്ങനെ അരിച്ച് നടന്നു ചെന്നു. അച്ഛനും ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഇങ്ങനെയൊക്കെ അച്ഛാ. പട്ടത്തച്ഛനാണോ? അതെ, പട്ടത്തച്ഛൻ. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെ അച്ഛാ, ആൾക്ക് ഈ വക കാര്യത്തിനോട് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് പറ്റിയപ്പോഴാണ് വീട്ടിൽ അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ പാതിയും പരിചയിക്കായിട്ടാണ് പാർട്ടിയും യൂണിയനൊക്കെ കഴിഞ്ഞു വരാമെന്നാണ്. മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണോ? അതെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന നേരത്ത് പട്ടത്തച്ഛൻ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് രോഗമൊന്നുമല്ല, ഇത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ ഈ മകനെ ഒരുക്കിയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പം ഞാൻ അച്ഛനെ ഇങ്ങനെ അടിയോട്ട് മുരുവരെ നോക്കി. അപ്പം എനിക്കത് യാതൊരു വിശ്വാസം ഇതുമില്ല. അപ്പം അച്ഛൻ പറഞ്ഞു,
മോനെ പട്ടത്തച്ഛൻ പറഞ്ഞല്ല, കർത്താവിന് സന്ദേശമാണ് പറഞ്ഞേ. ഓക്കെ. ഇങ്ങനെ കാണിച്ചു നിന്ന് ഞാൻ. അങ്ങനെ അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് അകത്ത് കയറി കട്ടുമ്പോൾ ഇങ്ങനെ കിടന്നു. മലർന്ന് കിടക്കുന്നല്ലോ, അങ്ങനെ കിടന്നു. വേദനയുടെ പൂരായി. ഓക്കെ. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇപ്പം എൻ്റെ എല്ലാതും കഴിഞ്ഞില്ലേ, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, അനങ്ങാൻ പറ്റണില്ല എനിക്കെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം അങ്ങോട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഒഴിഞ്ഞ്. ഈ സമയത്ത് ആരെങ്കിലും ഈ സുഹൃത്തുക്കളെ സഹായിക്കാനോ സാമ്പത്തികമായിട്ടോ, കാരണം പണിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ഇല്ല, ആരുമില്ല, ആരും സഹായിക്കാനില്ല, ആരുമില്ല. കടന്നു പോകുന്ന ഒരു കഷ്ടപ്പാടിന്റെ നാളുകളാണ്. അത് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞോളാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് അവിടെ പോയി ഒരു ധ്യാനം കൂടാം. അപ്പം ഞാൻ ഭാര്യനെ കണ്ണും പിടി കാണിച്ചു. 10 പൈസ കയ്യിലില്ല, പിന്നെ നീ ധ്യാനം കൂടാ, അവരൊരു മനമായിട്ട്. അങ്ങനെ അവിടെ പോയി വന്നപ്പോൾ ഈ പ്രേക്ഷിത വീട്ടിൽ വന്ന പ്രേക്ഷിത പറഞ്ഞു, അതേ ഒരു ധ്യാനം കൂടി, നമ്മൾ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കും, ദേവസ്ഥാനം സംബന്ധിച്ച് പ്രത്യേകിച്ച് അത് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും എല്ലാവരും വരുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ അടിപൊട്ടി പോയിട്ട് നോക്കും ഞാൻ. അങ്ങനെ വർത്താൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞോളൂ, വീടിൻ്റെ അടുത്തുള്ള ഒരുത്തൻ പറഞ്ഞു, ദേവസ്വം ധ്യാനം കൂടാനായിട്ട് കാശ് ഞാൻ തരാം. ഓക്കെ. എന്ന് പറഞ്ഞു. അപ്പം എന്തിനാ, എനിക്ക് തരണ്ട, ധ്യാനം കൂടാന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ധ്യാനം കൂടി ഇതൊക്കെ കഴിഞ്ഞ് പോരുന്ന നേരത്ത് 5 ദിവസം ധ്യാനമൊക്കെ കൂടി അവിടുന്ന് പോരുന്ന നേരത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, പട്ടത്തച്ഛനെ തന്നെ, പട്ടത്തച്ഛൻ തന്നെ. അച്ഛൻ പറഞ്ഞു, തലയിലേക്ക് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 2 ആഴ്ച കഴിയുമ്പോൾ ജോലിക്ക് പോക്കോ. അപ്പം ഞാൻ അച്ഛനെ ഇങ്ങനെ നോക്കി, ദേഷ്യത്തിൽ അങ്ങാടിയിലത്തെ ആ യൂണിയൻകാരുടെ സ്വഭാവത്തിൽ അച്ഛനെങ്ങനെ ഞാൻ നോക്കി. 6 മാസം കട്ടുമ്പോൾ മലർന്ന് കിടക്കാൻ പറഞ്ഞിട്ടുള്ള ആള് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവേ. അപ്പം അച്ഛൻ പറഞ്ഞു, 2 ആഴ്ച കഴിയുമ്പോൾ പൊക്കോ. അത് ഏതവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥ തുടരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമ്പോഴാണ് ഇത് പറ്റിയത്? ഞാൻ പറഞ്ഞു, പഞ്ചസാര ചാക്കുമ്പോൾ ചെല്ലുമ്പോൾ പഞ്ചസാര ചാക്ക് ആ പണീന് ആദ്യം കിട്ടാമെന്ന്. ഓക്കെ. അപ്പോൾ കൂടെ നിൽക്കുന്ന പണിക്കുള്ള ആൾ പറയും, അതേ നീ പണി വയ്യാണ്ട് ഇത് വന്നാലുള്ളോ, നീ ഇപ്പോൾ ഇതൊന്നും ചെയ്യണ്ട, ഞാൻ എടുക്കാം. അങ്ങനെ പറയും. അത് പറഞ്ഞാൽ അത് വേണ്ട, ഞാൻ ഇത് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ പണി ഉപേക്ഷിക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊരു ഉച്ചയ്ക്ക് 12 മണി നേരത്തെ സംഭവം നടക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം എനിക്കിതൊന്നും അച്ഛൻ പറഞ്ഞിട്ടൊന്നും ഇതായില്ല. നമ്മളിതിൽ വിശ്വസിക്കുന്നില്ലല്ലോ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, യൂണിഫോമൊക്കെ വേണം അവിടെ യൂണിയൻ്റെ ഇതിൻ്റെ. ആ യൂണിഫോം ഭാര്യയോട് പറഞ്ഞത് കഴുകിയിരുന്നു. എന്തുട്ടാ പറയുന്നേ, അച്ഛൻ പറഞ്ഞില്ലേ 2 ആഴ്ച ഞാൻ കലണ്ടറിന്മേൽ നോക്കിയിട്ടിരിക്കണേ, 2 ആഴ്ച യൂണിഫോം ഇതാക്കിയോ. ഞാൻ യൂണിഫോമൊക്കെ മടങ്ങി പോയി, ജോലിക്ക് ചെന്ന് ഒരു പണിയില്ലാത്ത ഒഴിഞ്ഞ് എല്ലാം അടിച്ചു കോരി വെടുപ്പായി കിടക്കുന്ന പീടികയ്ക്ക് ഒരു നമ്പറായിട്ട് വെറുതെ ഇട്ടു. അവിടേക്ക് 25 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ ഒരാൾ, നടത്തുള്ള ഒരാൾ ഈ പോളാറിൻ്റെ പീടികയ്ക്ക് വന്നു. അപ്പോൾ പോളായിട്ട് ഒരു ചാക്ക് പഞ്ചസാര എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പഞ്ചസാര കൂടിയുള്ള ആൾ പോയിട്ട് എടുത്തു കൊടുന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കേണ്ടത് ഞാൻ. അത് എടുക്കാൻ പോകണ നേരത്ത് അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു, അവിടെ ആ പഞ്ചസാര ചാക്ക് എടുക്കുമ്പോൾ കൂടിയുള്ളവൻ ഇങ്ങനെ പറയും, വേണ്ട ഇത് ഞാൻ ചെയ്യാൻ പറ്റില്ല, ഈ പണി വേണ്ടെന്ന് നിൽക്കുന്നു പറഞ്ഞോ. എന്നിട്ട് ദിവ്യവൈദ്യനും ഔഷധമായ യേശുവെ എന്നിൽ വന്ന് നിറഞ്ഞ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് 2 പ്രാവശ്യം പഞ്ചസാരയാക്ക് പൊന്നിച്ച് പൂക്കിട്ടിട്ട് ഇങ്ങനെ പൊന്തിച്ച് എടുത്തു. ചാക്ക് പൊന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞ് ഓർമ്മ വന്നു. അപ്പം ഞാൻ ആ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ദിവ്യവൈദ്യനും ഔഷധമായ യേശുവെ എന്നിൽ വന്ന് നിറഞ്ഞ് പ്രവർത്തിക്കണമേ 3 പ്രാവശ്യം പറഞ്ഞു. പൂക്കിട്ടിട്ട് ചാക്കെടുത്ത് നടന്നു. ആദ്യം ആ വീട്ടിലേക്ക് പോകുമ്പോൾ ചവിട്ടിൽ കയറി പോയിരുന്നു, ഈ കടകട സൗണ്ട് കേട്ടോ. അതിനെല്ലാം ഉയരുള്ള ചവിട്ടിൽ കയറി അകത്ത് കൊടുന്ന് കുത്തി. അപ്പം അവിടെയുള്ള ഈ പോളേട്ടൻ പറഞ്ഞു, ഈ എന്തുട്ടാ പറയണേ, ഇതേപോലെയൊക്കെ ആയി കിടന്നിട്ട് നീ പള്ളിയിലേക്ക് പോവേ
ഈ ഇംഗ്ലാപ്പ് പോയാ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ഇതായി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെയായി. അല്ല, എനിക്കിത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇച്ചിരി കൗതുകത്തോടെ ചിരിച്ചോണ്ട് മനസ്സിൽ കണ്ട എന്താണെന്നറിയാമോ, ഈ പള്ളിയും പ്രാർത്ഥനയും ഇതൊക്കെ തട്ടിപ്പും പരിപാടിയായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാള് ചാക്കെടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ട് ദിവ്യഗുരുവും ഔഷധവുമായി യേശുവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തോ ഒരു ആ സമയത്ത് കയറി പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാ. അതെ, അത് അങ്ങനെ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും പണിക്കാരും കൂടിയുള്ള പണിക്കാരും എന്തുള്ള പറയുന്നേ, ഇപ്പോൾ KJ ദേവസി എന്നുള്ള അതിനാണ് പാർട്ടിയുടെ ഇതിലും യൂണിയൻ്റെ ഇതിലും ഒക്കെ പേപ്പറിലും എല്ലായിടത്തും ഇങ്ങനെയാണ് KJ ദേവസി എന്ന് പറഞ്ഞിട്ട് പറയാ. അവിടുന്ന് എന്തുട്ട പറയുന്നേ, ധ്യാനത്തിന് പോയേ എന്തുട്ട പറയുന്നേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഞങ്ങളുടെ പണിയിൽ കൂടുതൽ കാശ് കിട്ടുന്ന ദിവസം. ക്ഷേമ ബോർഡിലാണ് നമ്മൾ പണിയുന്നത്. അപ്പോൾ അന്ന് ഇവിടുന്ന് പോയി അതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ മുടങ്ങാറില്ല, ശുശ്രൂഷ പങ്കെടുക്കാൻ പോകും, ജെറുസലേമിലേക്ക് വരും. വെള്ളിയാഴ്ച ദിവസം ഇവിടെ വന്നിട്ട് ഇതാക്കും. അപ്പം അന്ന് ഞാൻ ഇതിൽ പാർട്ടിയിൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അടിപിടി കേസുകളൊക്കെ ആയിട്ട് ചില ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നു. അവരോടൊക്കെ ഞാൻ അവിടെ ധ്യാനത്തിന് വന്നു തുടങ്ങിയപ്പോൾ അവരോടൊക്കെ പോയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യത്തെ മാതിരിയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടാ, ഇനിയിപ്പോൾ ഞാൻ ഉണ്ടെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇതാക്കണ്ട, ഞാനിങ്ങനെ ഒരു ധ്യാനം കൂടി അപ്പോൾ ഇവിടെ ഇന്ന സ്ഥലത്ത്, അപ്പം നിങ്ങൾ അപ്പം എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ വന്ന് കൂടാ. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതായി. അങ്ങനെ വന്നിരിക്കുന്നിടത്ത് പട്ടത്തച്ഛൻ പറഞ്ഞു, ദേവസി ഇങ്ങനെ ഒക്കെ ഒരു ദൈവാനുഗ്രഹം വന്നില്ലേ, ദേവസി ആയിട്ടുള്ള ഈ കൂട്ടുകാരില്ലേ അവരൊരു ദിവസം ഇവിടെ കൊണ്ടുവരണം, ഈ ആൾക്കാരിൽ കയറി ഒരു സ്തുതിപ്പ് നടത്തുന്നു പറഞ്ഞു. അപ്പം ഞാൻ ദേവസി കഴിയും പട്ടത്തച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, നോക്കല്ല, അടുത്ത ആഴ്ചയിൽ ഈ വെള്ളിയാഴ്ച ഇവിടെ ആൾക്കാരെത്തും, അത് ദേവസി പറഞ്ഞാൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവിടുന്ന് വന്ന് ഓരോരുത്തർ കണ്ട് പറഞ്ഞു, എന്തുട്ടാ ദേവസ്വേട്ടൻ പറയുന്നേ, അവിടെ പോയിട്ട് ഇതാക്ക്, നിങ്ങൾ വന്നാൽ മതി, സ്റ്റേജിലത്തെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ഇതാക്കാം. ഇവിടെ വന്നു അച്ഛനോട് പോയിട്ട് പറഞ്ഞു, കൂടെ വന്നു. ഇവർ വന്നു. 5-8 പേരുണ്ടായിരുന്നോ അതോ? 10 പേര് അച്ഛൻ കൊണ്ടുവന്നു പറഞ്ഞു, 15 പേര് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതേവരെ അറിയാത്ത ഒരാളിനെ ഞാൻ കണ്ടുമുട്ടി, ഇനി അത് വിട്ടുമാറുന്ന കേസില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അതൊരു ബോധ്യമായി. അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ ദേവസി കുമ്പസാരിക്കാനാ എന്തിനൊക്കെ പോയിന്ന് പറയുന്നല്ലോ, പാർട്ടി പ്രവർത്തനം ഇനി ഉള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്നുള്ള ജീവിതം ഈ ദേവസിക്കുള്ളൂ. ഇനി അതിന് പറ്റിയിട്ട് നമ്മുടെ ഏത് നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും കാര്യമില്ല. ഒരു കുപ്പി ഒരു കയ്യിൽ ചേത്താനും ഒരു കയ്യിൽ ദൈവത്തിനും എടുക്കാനുള്ള ഉദ്ദേശമില്ല, ഇനി എടുക്കണമെങ്കിൽ ദൈവത്തിന് മാത്രം, ഇനിയൊരു ജീവിതം ദൈവത്തോട് കൂടിയിട്ടാവണം എന്ന് പറഞ്ഞ് അത്രയൊക്കെ അവരോട് പറയാനുള്ള ധൈര്യം കിട്ടി. അത് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് എല്ലാ വെള്ളിയാഴ്ചയും, അപ്പം എല്ലാവർക്കും ഒരു മാസത്തിൽ ശമ്പളം കിട്ടുന്നത് എനിക്ക് അതിൻ്റെ പകുതി കിട്ടില്ല. എന്നുവെച്ചാൽ മെയിൻ ദിവസം വെള്ളിയാഴ്ചന് അന്ന് പോകുന്നില്ല, അന്ന് ഇവിടേക്ക് വരും. അപ്പം ഇപ്പോഴും പട്ടത്തച്ഛൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് പറയും, അതേ 10-28 കൊല്ലമായി ഒരു ചുമട്ടൊഴിലാളി, ഒരു അച്ഛൻ്റെ അപ്പനാണ്, ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങില്ല, എത്ര ഇതായാലും മുടങ്ങില്ല എന്ന് അച്ഛനോട് ഇടയ്ക്കേ പറയത്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വേണമെങ്കിൽ ആത്മീയ കാര്യങ്ങളോട് ഇത്ര താല്പര്യമുണ്ട്, ഒരു ദൈവാനുഭവമൊക്കെ ഉണ്ടായെങ്കിൽ ആ വെള്ളിയാഴ്ച ജോലി ചെയ്തിട്ട് വേറൊരു ഇട ദിവസം ഒന്ന് ശുശ്രൂഷയിൽ എവിടെയെങ്കിലുമൊക്കെ പങ്കെടുക്കാം. പക്ഷെ അങ്ങനെയല്ല, ആ പ്രധാനപ്പെട്ട ദിവസം തന്നെ, പ്രത്യേകിച്ച് ധ്യാനമന്ദിരങ്ങളിലൊക്കെ മെയിൻ ശുശ്രൂഷകൾ നടക്കുന്ന ദിവസങ്ങളാണ് വെള്ളിയാഴ്ച. അന്ന് എത്ര വരുമാനം കിട്ടിയാലും ആ വരുമാനം വേണ്ടെന്ന് വെച്ചിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാൾ തീരുമാനം എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച
പങ്കെടുക്കാൻ തീരുമാനിച്ചു. അന്ന് മുതൽ ഇങ്ങനെ വെള്ളിയാഴ്ചകൾ മുടങ്ങാതെ വരുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങനെ നിന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം ഒരു കൊല്ലത്തോളം ഞാൻ അവിടെ പ്രേക്ഷിതനൊന്നും ആയില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ദേവസി പ്രേക്ഷിതനൊന്നും ആവില്ലേ? ആയിട്ടില്ല. ആയപ്പോലാവാം, അതങ്ങനെ നാളെ വേണ്ടി നീട്ടണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അങ്ങനെ ഗ്രൂപ്പിൽ ചേർന്നു. ഇപ്പം അങ്ങനെയൊക്കെ ആയി 10-25 കൊല്ലമായിട്ട് വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഗ്രൂപ്പിൻ്റെ ലീഡറാക്കി തന്നെ. അപ്പം അങ്ങനെ മകൻ സെമിനാരി പോകുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ദേവസ്ചേട്ടൻ ഇങ്ങനെ ഒരു ആത്മീയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മകൻ വൈദികനാവാൻ അങ്ങോട്ട് പോയി, ഞാൻ ജെറുസലേമിലേക്ക് പോന്നു. ഒരു വീട്ടിൽ നിന്ന് 2 പേര് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ഒരാള് പൗരോഹിത്യത്തിലേക്ക്, ഒരാള് ആത്മായ ശുശ്രൂഷയിലേക്ക്. മോൻ പോകുന്ന നേരത്ത് വൈദികനാവാൻ പോകുമ്പോൾ പറഞ്ഞു, അപ്പോഴാ ഞാൻ അച്ഛനാവാൻ പഠിക്കുമ്പോൾ, അച്ഛനാ അതൊന്നും വേണ്ട, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ മോനോട് പറഞ്ഞു. അപ്പോൾ അതിന് കുറേ കാഴ്ചകളുള്ളതെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, കാശിൻ്റെ ഒന്നും നോക്കണ്ട. പിന്നെ അവിടുന്ന് ഞാൻ ഈ രോഗിയായിട്ടാണല്ലോ എനിക്ക് ഇത് വന്ന്, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മുഴുവൻ ഇതിലും രോഗികൾക്ക് വേണ്ടി ആരും ഇത് പറയുകയാണെങ്കിലും ചിലപ്പോൾ പട്ടത്തച്ഛൻ തന്നെ വിളിച്ചിട്ട് പറയും, വ്യവസായിക്കൊന്ന് അതൊന്ന് പ്രാർത്ഥിക്കാൻ. അച്ഛനൊപ്പം നിന്നിട്ട് പ്രാർത്ഥിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കും. അപ്പം അച്ഛൻ ഇതിങ്ങനെ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവുകയാണെങ്കിൽ ഞാൻ പാർട്ടിയും യൂണിയനും സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ രാജി എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ശരി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലായിടത്തും പരിപാടി എല്ലാത്തിലും എഴുതി കൊടുത്തു. ഇനി സ്ഥാനമാനങ്ങളിലേക്കൊന്നും ഞാനില്ല, ഇനിയൊരു ജീവിതം എനിക്കുണ്ടെങ്കിൽ അത് ദൈവത്തോട് കൂട്ടിയിട്ട്. അപ്പോൾ ജോലി പോയോ അന്നേരം? ഇല്ലില്ല, ജോലിയുണ്ട്. 60 വയസ്സിൽ ഞാൻ റിട്ടയർഡായി. അപ്പോൾ അതേവരെ ഞാൻ പണിതു. 19 വയസ്സ് തൊട്ട് ഞാൻ അങ്ങാടിയിൽ നടന്നിട്ടുള്ള സമരങ്ങളും അടിപിടി അത് ഇതൊക്കെ എല്ലാത്തിലും നടന്നു തുടങ്ങി. 60 വയസ്സ് വരെ ഈ 29 കൊല്ലമായിട്ട് അവ പരിപാടികളൊന്നുമില്ല. ജീവിതത്തിലെ 2 വശങ്ങൾ എങ്ങനെയാണെന്ന് ശരിക്കും ജീവിച്ചിട്ടുണ്ട്. ഒരു തലത്തിൽ ലോകത്തിൻ്റെ എല്ലാ സാധനങ്ങളും, വേറൊരു തലത്തിൽ അങ്ങേറ്റ ആത്മീയ കാര്യങ്ങൾ, ഇത് രണ്ടും ജീവിച്ചു. ഏതാണ് ഏറ്റവും കൂടുതൽ സമാധാനം കൊണ്ടു തന്നെ? സമാധാനം വന്നത് ദൈവത്തിലേക്ക് വന്നപ്പോഴാണ്. സംശയമില്ല, അത് സംശയമില്ല. അപ്പം ഈ സംഗതി ഞാൻ ഇവിടെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് പോയി വന്നതിന് ശേഷം കട്ടുമീന് മലർന്ന് കിടക്കല്ലേ, മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് അമ്മ ചോറ് ഇതൊക്കെ ആക്കിയിട്ട് അവരെ പറഞ്ഞയക്കാൻ നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്നെ തോളിൽ കൈ വെച്ചിട്ട് ബാത്റൂമിലേക്ക് ഏറ്റുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകും. ഒരു ദിവസം മക്കൾ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന നേരത്ത് ഞാൻ കാല് 2 നിർത്തി കട്ടുമെന്ന് 2 ഭാഗത്തേയും കാലും വെച്ച് കൈയൊത്തി ഞാൻ തന്നെ ഏറ്റു പോണു. അപ്പോൾ മക്കൾ പറഞ്ഞു, മൂത്ത മോള് പറഞ്ഞു, അമ്മച്ചി ഇതാ അപ്പച്ചൻ നടന്നു പോണു, എന്തുട്ട് കാണിക്കണേന്ന് ഭാര്യ ചോദിച്ചു. എന്തുട്ട് ഈ കാണിക്കണേ? കുഴപ്പമില്ല, ഇവിടെ എന്തൊരു സാധനം കിട്ടുന്നുകൊണ്ട് പോയി പണ്ട് ഉണ്ടായതിൻ്റെ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഏറ്റുവന്നു. അങ്ങനെ ബൈബിളും ഇതൊന്നും ഞാൻ നോക്കാറില്ല. ഇപ്പം ഇവരിങ്ങനെ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്, ബൈബിളൊക്കെ എടുത്ത് വായിക്കുക, രാഷ്ട്രീയത്തിൻ്റെ ഇത് മാത്രമല്ലല്ലോ, അതൊന്നും നോക്ക്. അങ്ങനെ ഞാൻ അന്ന് ഇതൊക്കെ ഉണ്ടായിട്ട് പോയി മൂത്രം ഒഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ബൈബിള് ഭാര്യ പ്രാർത്ഥനയായിട്ട് അവിടെ രൂപത്തിലാക്കി ആ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല കേട്ടാ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരണം. അതുകൊണ്ട് ബൈബിൾ തുറന്നു, ഏശയ്യ 43. ബൈബിള് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് തുറന്നു നോക്കിയപ്പോൾ ഏശയ്യ 43 എന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എവിടെ ധ്യാനം നടക്കണം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കോട്ടയിൽ ധ്യാനം കൂടിയുണ്ട്, ഡിവൈനിൽ ധ്യാനം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ധ്യാനങ്ങളത് കൂടി. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 33-ാം തിരുവചനം, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ കുടുംബം അടക്കം രക്ഷ പ്രാപിച്ചു. ഇപ്പോൾ
ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നിനും എനിക്കൊരു കുറവില്ല. സന്തോഷമായിട്ടെല്ലാം സന്തോഷമായിട്ട്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ എന്ത് ചോദിക്കുന്നു അതിൻ്റെ 10 മടങ്ങ് തരും കർത്താവ്. ഒരു ചെറിയ പെരയായിരുന്നു, ഓടിട്ട പെര. അതിൽ എൻ്റെ 2 മക്കളുടെ കല്യാണം, മോൻ്റെ പട്ടം ഒക്കെ കഴിഞ്ഞു. ഇപ്പം 3ാമത്തെ മോന് കല്യാണത്തിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ വീട് ഒരെണ്ണം പണിതു. അപ്പം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൽ ശരണം പെട്ടപ്പോൾ ഒന്നിനൊന്നിനും കുറവില്ലാണ്ട് ദൈവം ഇത്രയും നാൾ വഴി നടത്തിയത് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ പോലും നമ്മുടെ കഴിവൊന്നുമല്ല, ഒരുപക്ഷെ നമ്മളിതിലേക്കൊന്നും വരേണ്ടത് പോലുമല്ല. പക്ഷേ എങ്കിലും ചില ജീവിതാനുഭവങ്ങളിലൂടെ അന്ന് ആ പഞ്ചസാര ചാക്ക് ചുമന്ന് അതിൻ്റെ ആ ആഘാതത്തിൽ നടുവിനൊരു പ്രശ്നം ഉണ്ടായതൊക്കെ അനുഗ്രഹമായി മാറി. ഒരുപക്ഷെ ആ പഞ്ചസാര ചാക്ക് ചുമന്നപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ കസേരയിൽ ദേശം ഉണ്ടാവില്ല. ഇപ്പോഴും മാർക്കറ്റിൽ ചുമടുമായിട്ട് യൂണിയൻ്റെ കൂടിയൊക്കെ ആയിട്ട് പോകും. പ്രിയമുള്ളവരെ, ഇത് ഒരു പാർട്ടിയുടെയോ ഒരു യൂണിയൻ്റെയോ ഒന്നും പ്രശ്നമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമാണ് പങ്കുവച്ചത്. സത്യത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്, കാരണം ജീവിതത്തിൽ ഒരു 2ാം ജന്മം തന്നതിന്. പ്രിയമുള്ളവരെ, ഓരോ ആഴ്ചയിലെയും ബെത്സേദ പ്രോഗ്രാമിൽ വ്യത്യസ്തങ്ങളായ ജീവിത സംഭവങ്ങളാണ് കടന്നു വരുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ആരെങ്കിലുമൊക്കെ അല്പം വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ കരം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചവരുടെ കഥയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്കൊന്ന് വിളിക്കുക. വിളിച്ചിട്ട് ഞങ്ങളെ ഒന്ന് അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവരുമായിട്ടൊന്ന് സംവദിക്കാനും അത് മറ്റുള്ളവരുടെ ഒരു വിശ്വാസ വളർച്ചയ്ക്ക് ഉപകരിക്കുമെങ്കിൽ ഇവിടെ വന്നിരുന്ന് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനും സാധിക്കുമല്ലോ. എല്ലാവർക്കും നല്ല സമയം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.